പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നല്ല മഴയുടെ സൗണ്ട് കേട്ടോണ്ടാവണമെന്ന്. കുറേ ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു, പക്ഷേ ഇന്ന് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാവണമെന്ന്. ഭാഗ്യത്തിന് പൊന്നും ഇന്ന് പഠിത്തമില്ലായിരുന്നു, കുറേ നേരം കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഈ മഴയൊക്കെ ഉള്ള ദിവസം നമുക്ക് നല്ല വിശപ്പ് തോന്നും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ. ഇവിടുത്തെ സ്ഥിരം സംഭവം ദോശ, ചമ്മന്തി, സാമ്പാർ. അത് വിട്ടൊരു കളി നമുക്ക് വേറെ ഇല്ല കേട്ടോ. 325 ദിവസം ഉണ്ടെങ്കിൽ അതിലെ പകുതിയിലേറെ ദിവസവും സംഭവം ദോശയും ചമ്മന്തിയും തന്നെ ആയിരിക്കും. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അമ്മയുടെ ദോശയ്ക്ക് ചമ്മന്തിക്ക്. പിന്നെ മീനൊന്നും കിട്ടാത്തത് കൊണ്ട് ഉച്ചയ്ക്ക് കറിക്കായിട്ട് സോയാബീനായിട്ട് നമ്മൾ എടുത്തത്. അപ്പോൾ അതൊക്കെ റെഡിയായി, ചോറൊക്കെ ഏകദേശം റെഡിയായിട്ടുണ്ട്. പക്ഷെ പുറത്ത് നല്ല മഴ തിമിർത്ത് പെയ്യുക, ചുറ്റും മൊത്തം വെള്ളമായിട്ടുണ്ട്. നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ പഠിത്തമില്ലാത്തതുകൊണ്ട് പുറത്ത് പോകാമെന്നും പറഞ്ഞ് പൊന്നു ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ. മഴ തോരാതെ എങ്ങനെ പുറത്ത് പോകുന്നത്? ഇത് കണ്ടോ, മൊത്തം ചെടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. നമുക്ക് പുറത്ത് പോകാൻ പറ്റിയില്ലെങ്കിലും വീട്ടിലിങ്ങനെ മഴയൊക്കെ കണ്ട് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കാൻ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. കുറേ ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു. ഈ വെയിലിന് ശപിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ മഴ പെട്ടെന്ന് വന്നത്. അത് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മഴ തോന്നുന്നു, പക്ഷേ ഒരു തണുത്ത അന്തരീക്ഷമായിരുന്നു. അപ്പോൾ പൊന്നൂൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ റെഡിയായി ഹരിപ്പാട് പോവുകയാണ്. അപ്പോൾ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ റോഡൊക്കെ നല്ല അവസ്ഥയിൽ കിടക്കുക. പക്ഷേ എന്നാൽ ഇവളുടെ ശല്യം സഹിക്കാതെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പതുക്കെ പോവുകയാണ്. ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോയിൽ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.